തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിൽ മതിമറക്കാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് അതിവേഗം കടക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി. ആദ്യപടിയായി ഇന്ന് കൊച്ചിയിൽ ചേർന്ന മുന്നണി ഏകോപന സമിതി യോഗത്തിലുണ്ടായത് നിർണായക തീരുമാനങ്ങൾ. UDF-ലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും. ഫെബ്രുവരി ആദ്യവാരം മുതൽ UDF-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഞങ്ങളുടെ വിജയം 100 സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ UDF-ന്റെ അടിത്തറ വിപുലീകരിക്കുന്ന പ്രഖ്യാപനങ്ങളും ഇന്നുണ്ടായി. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സമിതിയെയും UDF-ലെ അസോസിയേറ്റ് അംഗങ്ങളാക്കും. പിണറായിസത്തെയും മരുമോനിസത്തെയും തോൽപ്പിക്കാൻ UDF-നൊപ്പം നിൽക്കുമെന്ന് PV അൻവർ പ്രതികരിച്ചപ്പോൾ ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF ആണെന്നായിരുന്നു CK ജാനുവിന്റെ പ്രതികരണം. പരമാവധി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിണറായിസത്തെയും മരുമോനിസത്തെയും അവസാനിപ്പിക്കാൻ UDF-നോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് അസോസിയേറ്റ് അംഗമാകുമെന്ന പ്രഖ്യാപനം തിരിച്ചടിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ തന്നെ മുന്നണി പ്രവേശനം നിഷേധിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. അതോടെ സൗകര്യമില്ലെങ്കിൽ വരേണ്ട എന്നായി VD സതീശൻ. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDF-ൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും. അദ്ദേഹം നിരവധി പ്രാവശ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അസോസിയേറ്റ് മെമ്പറായിട്ട് വെച്ചു. അസോസിയേറ്റ് മെമ്പറായിട്ട് വരാൻ അദ്ദേഹത്തിന് സൗകര്യമില്ലാതെ വരേണ്ട. UDF-ന്റെ മഴവിൽ പരീക്ഷണം ഫലം കാണുമോ?